ഇന്ന് നമ്മൾ വീണ്ടും വെറൈറ്റി ചാലഞ്ച് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കാണാതാവാൻ പോവാണ്, ഒരാള് ഇൻവിസിബിൾ ആവാൻ പോവാണ്. ഞാൻ പറയട്ടെ, അതായത് നമ്മള് വിസ്മയത്തുമ്പത്തെ സിനിമയില് നയൻതാരയില് റീത്തിയിട്ട് അതുപോലെ ആയിരിക്കും ഇന്ന് ഒരാളുണ്ടാവുക. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്ക് ഈ വീട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ അഞ്ചിയാണ് ഇൻവിസിബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അഞ്ചിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് അടിക്കാം, എന്തും അതാ ഇതേപോലെ റിയാക്ട് ചെയ്യാൻ പാടില്ല. അതായത് അഞ്ച് എന്തിനാ എന്നെ അങ്ങനെ ചെയ്തു എന്നൊന്നും ചോദിക്കാൻ പാടില്ല. എന്ത് പറ്റി പെട്ടെന്ന് എടാ നടന്നു വരുമ്പോ പെട്ടെന്ന് എന്റെ കഴുത്ത് പോയി അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ആ ആൾ അവിടെ ഉണ്ട് എന്നുള്ളത് റിയാക്ട് ചെയ്യാനേ പാടില്ല. അഥവാ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പണിഷ്മെന്റ് കിട്ടും ഗൈസ്. ആ പണിഷ്മെന്റ് തീരുമാനിക്കുന്നത് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ആളായിരിക്കും. അപ്പൊ എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും തീരുമാനിക്കാം, എത്ര വലിയ പണിഷ്മെന്റ് വേണമെങ്കിലും തീരുമാനിക്കാം. ഈ ഒരു ചലഞ്ചിൽ എനിക്ക് നല്ല അടിപൊളി പണികൾ കൊടുക്കാൻ പറ്റിയ ഞാൻ കുറെ സാധനങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻവിസിബിൾ ആയിട്ട് ഇവര് രണ്ടുപേരും വിസിബിൾ ആയിട്ട് ഇങ്ങനെ കറങ്ങി. അഞ്ച് ഇൻവിസിബിൾ ആവണ്ടെന്നാണ് എന്റെ ഒരു തീരുമാനം. കാരണം കഴുത്ത് തിരിച്ചപ്പോഴേ മനസ്സിലായില്ല. ഡെമോൺസ്ട്രേഷൻ കാണിച്ചു വലുതായിരുന്നു അത്. അപ്പൊ ഇൻവിസിബിൾ ആയിട്ട് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമുക്ക് 3 പേരുടെ പേര് എഴുതിയിട്ടുള്ള ലോട്ട് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്യണം. നിങ്ങൾ ആരെ സെലക്ട് ചെയ്തോ? ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഞാൻ ഇതെടുത്തു. ഞാനാണ് ഈ ചാലഞ്ചിൽ ഇൻവിസിബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അടിക്കാനൊക്കെ പറ്റും. വേണമെങ്കിൽ കാക്കനെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇല്ല അങ്ങനല്ല, ഞാൻ സന്തോഷിക്കുന്ന കാണുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. സല്ലു പറയുന്ന സമയം മുതൽ ഷാമി ഈ കൂട്ടത്തിലുള്ളതായിട്ട് ഞങ്ങൾ അടിക്കൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഷാമി എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട്. പക്ഷെ അഞ്ചിന് എന്താ നല്ല പ്ലസന്റ് സ്മെല്ലുണ്ട്. അത് ഗൈസ് ഞാൻ ഈ അടുത്തായിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് ഈ ബിസി ലൈഫ് സ്റ്റൈലിന് ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നല്ല പൂക്കളും നല്ല മലകളൊക്കെ ഉള്ള നല്ല വാലി പോലത്തെ സ്ഥലത്തൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ ഈ തിരക്കോടെ നമുക്ക് എവിടെയും പോകാൻ പറ്റാറില്ല. ഇതിന് സൊല്യൂഷൻ ആയിട്ട് മാമാഅർത്ത് കുറച്ച് പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻടു ദ വാലി പെർഫ്യൂം ആണ്. ഇത് ഇൻടു ദ സൺസെറ്റ് പെർഫ്യൂം ആണ്. ഇതിന് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ഞാൻ പൊതുവേ ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പെർഫ്യൂം ശരിക്കും നമ്മൾ ഈ പൂക്കളൊക്കെ ഉള്ള വാലിയിൽ പോയിട്ടുള്ള പോലെ അത്രയും നാച്ചുറൽ സ്മെല്ലാണ്, ഭയങ്കര മൈൽഡും ആണ്. പിന്നെ ഈ പെർഫ്യൂംസ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ രാവിലെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുന്നേ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് തിരിച്ച് രാത്രി വീട്ടിലെത്തുന്നവരെ ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി സ്കിന്നിന് യൂസ് ചെയ്യാൻ സേഫ് ആണ്. റാഷസോ ഇറിറ്റേഷൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ പെർഫ്യൂംസ് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു പ്രീമിയം സെന്റ് ആണ്. പിന്നെ നമ്മളുടെ കൂടെ ഉള്ളവർക്കും നല്ല റിലാക്സിങ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ കിട്ടുക. അപ്പൊ പെർഫ്യൂംസ് ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എസ്കേപ്പ് ഇൻ ടു നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഗൈസ് നമുക്കറിയാം മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റോർ ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യാം. പിന്നെ ഗൈസ് നമുക്ക് മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് അവരോട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റും. അതനുസരിച്ച് അവരുടെ ഒണിയൻ ഷാംപൂ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ റിസർച്ച് വഴി അവരുടെ ഓരോ പ്രൊഡക്ട്സും അപ്ഗ്രേഡ് ചെയ്യും, ബെറ്റർ ക്വാളിറ്റി ഇന്നോവേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ പുള്ളോത്തി 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടാവും. അത് മാമാഅർത്തിന്റെ സൈറ്റിലും ആപ്പിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ക്യാരക്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. ഇൻവിസിബിൾ ആകുമ്പോൾ വൈറ്റ് ഇടുന്നതാണ് നല്ലത്. ഞാൻ സ്വന്തം എന്നെ കാണൂല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, വെള്ള സാരി എടുത്തിട്ട് അതുപോലെ തന്നെ ഉണ്ട്. സല്ലു പറയുന്ന സമയം മുതൽ ഷാമിയെ ഞങ്ങൾ കണ്ടതായിട്ട് നല്ലത് നോക്കട്ടെ. അതായത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് റിയാക്ട് ചെയ്യാനേ പാടില്ല. ഓൾ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പം എന്തെങ്കിലും ഒച്ച കിട്ടി കഴിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഒന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ തിരിച്ച് ചിലപ്പോൾ റിയാക്ട് ഒക്കെ ചെയ്തു തരും. അത് നിങ്ങളെ ഇഷ്ടം. ഇവിടെ ഇൻവിസിബിൾ ആണ്. അതായത് ഈ അവിടെ ഇല്ലാത്ത സമയത്ത് ഞാനിപ്പോ എന്തോ കഴിച്ച് പഴത്തിന്റെ തൊലിക്ക് ഇങ്ങനെ എറിയുന്നു. അപ്പൊ ചിലപ്പോ എന്റെ മുഖത്ത് വീഴും. ചിലപ്പോ ചൂടുവെള്ളം എടുത്തിട്ട് ഓളെ ബെനിഫിറ്റ്
പ്ലേറ്റ് മാത്രമേ ഉള്ളതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു സൈഡിനെ പറ്റി ആലോചിച്ചു. പിന്നെ ഇൻവിസിബിൾ ആയവർക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം വേണം. ഫുഡ് തിന്നാൻ കിട്ടില്ല എന്നുള്ളത് സാരം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് എടുത്ത് തിന്നാലോ? 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 പക്ഷെ വിശപ്പും ദാഹമൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. Okay? പക്ഷെ എനിക്കുണ്ടാവും. ഓക്കെ റെഡി? അപ്പൊ ചാലഞ്ച് സ്റ്റാർട്ട്സ് നൗ. ഏകാന്ത ചന്ദ്രികേ ഷാമിനെ വേണേ, ഷാമിയുടെ എന്തോന്നൊരു ഡൗട്ട് അല്ലേ? ഷാമിനെ കാണുന്നില്ല. ഷാമിനെ എവിടെയാണമ്മ? ഷാമി എവിടെയാ? എവിടെയോ കണ്ടതുപോലെ തോന്നുന്നില്ലേ? പെട്ടെന്ന് കേട്ടോ പോയതുപോലെ. പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായി പോലെ തോന്നുന്നു എനിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും കടലക്കറി ആയാലോ? ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ദോശയോ ചട്നിയോ നമുക്ക് കഴിക്കാം. നമുക്ക് രാവിലെ ഒരു കുറച്ച് നമുക്ക് പുട്ടും ബീഫും കഴിക്കാം. ക്ഷാമില്ലാത്തോണ്ട് ഒരാളെ ഫുഡ് കുറഞ്ഞു. റൈസ് പുട്ട് കറി പോവാ. 2 പ്ലേറ്റ് എടുക്കാം. അതെന്താ ഇവിടെ എന്താ പ്രശ്നമുണ്ടോ? പോയി അത് കൊണ്ടുപോയി. ആരുണ്ട്? എന്തോ പ്രേതം എന്തോ ഉണ്ട് കേട്ടോ. വല്ല മന്ത്രവാദിനെ പുട്ടിന് പപ്പടം വേണോ? പുട്ടിന് എടുത്തോ. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ പുട്ടാണുള്ളത്. നല്ല അടിപൊളി പുട്ടാണ് ഗൈസ്. അടിപൊളി. ഉണ്ട് 3 പ്ലേറ്റ്. എനിക്കൊരു പ്ലേറ്റ് വെച്ചേക്കണെന്ന് തോന്നുന്നു. ഞാനെന്താ ചായ വെക്കാം കേട്ടോ. 3 ഗ്ലാസ് ഈ അടിക്കണ്ടേ? ഒരു 3 ആൾക്ക് ചായ കുടിക്കാനാണ് അത്രയും വലിയ ചെമ്പിൽ വെച്ചിരുന്ന ചായ. എടി പുതിയ ക്ലാസ് ഉണ്ടോ? എനിക്കൊരു ഐഡിയ കിട്ടില്ലേ? ഇൻവിസിബിൾ ആയിരുന്നോട് ഒന്നും ചെയ്യാൻ അറിയില്ല. ഞാനാ മറ്റേ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നില്ല. ചായപ്പൊടി ഇല്ലേ? കട്ടനുള്ളത് അവിടെ ഇരുന്നു. ചായപ്പൊടി വേണം. ഇതിലുണ്ട്. ചായപ്പൊടി വേണോ? ചായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ കബോർഡിലുണ്ട് കേട്ടോ. ഈ കബോർഡിലുണ്ട്. ഞാൻ ഇറങ്ങി വരും. സത്യമായിട്ട് ഞാൻ ഇറങ്ങി. എന്റെ മേല് വെള്ളാക്കി. ഒരു ചായ ഉണ്ടാക്കാൻ അടുപ്പിട്ട് 2 ആൾക്കാര് ചെറിയ കഴിച്ചു കേട്ടം പോലെ കുറച്ചുകൂടി ഇട്ടോ. നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കിക്കോ. ഇതാണ് ഭംഗി എന്നിരിക്കും. ഞാൻ എപ്പോഴും പറയാലോ മുടി അയച്ചിട്ടാ മതി. നോക്ക്, ഇത് മുഴുങ്ങിയാലോ? ഈ മുടി വെച്ചിട്ട് മുടി കെട്ടിയിടരുത്. പഴം മുഴുങ്ങിയാലോ? ഇത് പോരെ കട്ടം പോരാ. കുറച്ചുകൂടെ കടുപ്പം വേണം. ചായപ്പൊടി ഇവിടെ നല്ല കടുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ചായ കുടിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് ലഞ്ചി ഇത് വേവിച്ചിട്ടേ കുറച്ച് പഞ്ചസാരയും എന്താ പറയാ തേങ്ങയൊക്കെ ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ചായപ്പൊടി എടുത്തു ഒഴിവാക്ക്. എന്തിനാ അത്ര ചായപ്പൊടി ഐഡിയപരമായി അതെടുത്ത് ഒഴിവാക്കി. അതായത് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ചായപ്പൊടി ആയിപ്പോയി. അപ്പൊ നല്ല അടിപൊളി കടുപ്പം കണ്ടായി. എനിക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. താനേ ഇങ്ങനെ ആവേണ്ടി. ഞാൻ പഞ്ചസാര മാത്രം ഇട്ടു. ചായ ഗ്ലാസ് കഴുകി വെച്ചത്. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ. ഞാൻ പ്ലേറ്റ് വെച്ചാൽ പ്ലേറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുപോയി. എടി ഇവിടെ ബീഫ് കറി മാത്രമേ ഉള്ളൂ. പിന്നെ 3 ഗ്ലാസ് ഉണ്ട്. പുട്ടൊന്നും കാണുന്നില്ല. 2 പ്ലേറ്റ് ഞാൻ നേരത്തെ അവിടെ കൊണ്ടുവച്ചതാണ്. എങ്ങോട്ട് പോയി നിനക്കറിയാം? ട്രോഫി എടുത്താണോ? ഈ ട്രോഫിക്ക് പ്ലേറ്റിന് വരെ കൊണ്ടുവച്ചതാ. ഞാൻ കൊണ്ടുവച്ചല്ല. ചായ വെച്ചിട്ടുണ്ടേ. ചെല്ലു ഇരുന്നോ. എന്നോടാ ട്രോഫി ഇതാ. ഇതാ നേരത്തെ പ്ലേറ്റ്. ട്രോഫി ഇതാ അവിടെ. അപ്പൊ ഇത് ഗ്ലാസ്
ട്രോഫി ഇതിലൊന്നല്ല ഞാനിപ്പോ അവിടെ കൊണ്ടുവച്ച് രണ്ടിടത്തും ഇവിടെ ഒരുപാട് ബോഡി ബിൽഡേഴ്സുകളുണ്ട്. ഈ ട്രോഫിക്ക് ഒരു പഞ്ഞു പിട്ടും പഴവും പൊട്ട് കിട്ടിയോ? അത് ഞാൻ അവിടെ വെച്ച് മറന്നത്. പഴക്ക് എന്തിനാ ഇത്രയും പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല. പുട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ കട്ടൻ ചായ ഉണ്ട്. അത് നല്ല തണുപ്പുള്ള കട്ടൻ ചായ. അതിന്റെ കൂടെ ഇവർക്ക് എന്തിനാ പഴം? നല്ല അടിപൊളി ചൂടുള്ള പുട്ടും കറി, നല്ല പഴുത്ത പഴവും. താനേ തീരുന്നുണ്ടോ സംശയം കേട്ടോ. ഈ എന്തും തന്നെ ചെയ്യും. പറഞ്ഞു കൊടുക്കും. ഞാട്ടൊക്കെ പോയി. ഞങ്ങൾ മുളക് പൊടിയോടെ ഒരു പ്രയോഗം നടത്തിയാലോ? അത് നല്ല മുളക് പൊടി അതിൽ പ്രേതൊക്കെ പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടേ പ്രേതത്തിന് മുളക് പൊടിയെ പേടിയല്ലേ? എന്തൊക്കെ വിവരക്കേടാ ഇവര് പറയുന്നു. സലൂന്റെ ഫുഡ് എവിടെ? അത് പകുതി കഴിയപ്പോഴാ കഴിച്ചേ. ഇടയ്ക്കങ്ങനെ കഴിക്കേണ്ടി വന്നു. കാണുന്നില്ലേ? ഒരു ദുർബല നിമിഷത്തിൽ കഴിക്കേണ്ടി വന്നു. നമ്മൾ ചെറുപ്പത്തിൽ വിചാരിക്കല്ലേ ഇൻവിസിബിൾ ആണെന്ന്. ഇപ്പഴെനിക്ക് അതിന് കിട്ടിയത്. മതിയോ? അതെ. പുട്ടിന്റെ കൂടെ കുറച്ച് കട്ടൻ കുടിക്കാം. ഞാൻ വിചാരിച്ച അത്ര കടുപ്പം വന്നിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ? പെട്ടെന്ന് കട്ടറൊക്കെ കുടിച്ച് തീർക്കുന്നവര് ഇവിടെ ഇനി അത്രയും കട്ടാൻ നിൽക്കാം. അയ്യോ ഗ്ലാസ് നിറഞ്ഞു. കുഴപ്പമില്ല, ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. കുറച്ച് അതെനിക്കൊരു ഗ്ലാസ് തന്നെ വേണം. എനിക്ക് ഇല്ല, ഗ്ലാസ് ഇവിടെ ഇല്ല. ഗ്ലാസ് എന്റെ മുടിയിലിടുന്ന കാണുന്നില്ല. എന്റെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ വന്ന് എടുത്തോ. മേക്കപ്പ് ബാഗ് വേറുണ്ട്. മേക്കപ്പ് ബാഗ് ഉണ്ടാവും. അത് മുകളിലോ ബാഗിലായിരിക്കും അല്ലേ? നല്ല ടേസ്റ്റ് കഴിച്ചത്. എന്റെ ഒരു പുതിയ ലിപ്സ്റ്റിക് ഉണ്ട് എന്ന് ഞാൻ കേട്ടെ. അഞ്ചിന്റെ ഉണ്ട്. മേക്കപ്പ് ബാഗ് തപ്പിയിട്ടാണ് നമുക്ക് ലിപ്സ്റ്റിക് എടുക്കുക. പുട്ട്, ഒരു പഴം നമ്മള് ശ്രീ മുറിച്ചത്. ശ്രീക്ക് വിശക്കുന്നുണ്ട്. ഒരു പുട്ടും കൂടെ വേണം എന്നാണ് പറയുന്നത്. പക്ഷെ പുട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ അങ്ങനെ തിന്നണ്ട. ഒരു കഷ്ണം പഴം മുറിച്ച് വെച്ചോ. പോയി തോല പഴം എന്നാ ഇഷ്ടം പോലെ അല്ലേ പഴം ഉള്ളത് എന്നാ വെച്ചോ. ഫുള്ളല്ലേ? അല്ല, എനിക്ക് ചെറുതായിട്ട് വിശക്കുണ്ട്. ഒരു ഭക്ഷണം കിട്ടിയാൽ മതി. അതിന് പുട്ട് കണ്ടേ പാത്രം പാത്രം പോയി. നമുക്കേ ഒരു മന്ത്രവാദിനെ വിളിക്കാം. എന്നിട്ട് ഒരു ചൂരൽ പ്രയോഗമുണ്ട്. മന്ത്രവാദി ഏകദേശം പ്രേതം എവിടെയാ ഉള്ളത്? നല്ല പ്രേതം ചൂരൽ പ്രയോഗം കേട്ടപ്പോ ചിലപ്പോ പ്രേതം പേടിച്ചിട്ടുണ്ടാവും. ശ്രീ വിശന്നാൽ എന്നെക്കാട്ടി വലിയ മന്ത്രവാദി വേണ്ട. ഞാൻ പറയുമ്പോ ഇവിടെ മാവിന്റെ അവിടെ നിന്ന് ചില്ല പൊട്ടിച്ച് നല്ല വീതിയിലുള്ള സാധനം എടുത്തിട്ട് ഇങ്ങനെ വീശി നടക്കാം. ഏകദേശം പ്രേതം എവിടെയാണെന്ന് വെച്ചിട്ട് നമുക്കൊരു ചൂരൽ പ്രയോഗം മന്ത്രവാദം നടത്താം അല്ലെ? അതുകൂടെ ഒന്ന് കേൾക്കണേ. ഇത് ഉപയോഗിക്കണം. നല്ലോണം കഴുകു കൈയൊക്കെ. ബീഫ് വെച്ചല്ലേ അതിന്റെ ഓയിലൊക്കെ ഉണ്ടാവും. സല്ലുതും എന്തൊരു കഷ്ടം. അത് വെള്ളവും വരുന്നില്ല. മോട്ടോട് പോയിട്ട് ഇത്ര സോപ്പ് എനിക്ക് വേണ്ട.
ശരിയാക്കി തരാം. മുഖം കഴുകുന്ന നല്ലതാണോ? ഇവിടെ ഇൻഫിനിറ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? എന്തൊരു കഷ്ടം. സെൻസർ ഉണ്ട്, അതുകൊണ്ടാണ്. ഇവിടുന്ന് കൈ കഴിക്കാൻ ശരിയാവില്ല, ഞാൻ പോവാ. ഇവിടെ വന്ന് ചെയ്ത് ഇത് നോക്ക്, കഴുകുന്നതിനനുസരിച്ച് സോപ്പ് വന്നോണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടമായിട്ട്. നല്ലോം കൈ കഴുകു. ഈ വെള്ളത്തിന്റെ അടിയിൽ തന്നെ വെച്ചിട്ടാണോ? ഇതുണ്ടോ? വെള്ളം വേസ്റ്റ് ആവും, അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുകയാണ്. സോപ്പിന്റെ വെള്ളം തോന്നില്ല കണ്ടോ? ഇതിന്റെ വാച്ചിലൊക്കെ വെള്ളാക്കി. ഇനി ഉണങ്ങണമെന്നുണ്ടെ കൊറേ ടൈം എടുക്കും. കുറച്ചും കൂടി മുന്നോട്ടേക്ക് ഇടും, നല്ല ഭംഗിയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കറിയൊക്കെ ആയിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. അതൊക്കെ നമ്മൾ പ്ലേറ്റിൽ ഇടുമ്പോഴത്തേക്ക് കാണാണ്ടായി. പിന്നെ കട്ടൻ ചായ ഞാൻ നല്ല ലൈറ്റ് കട്ടൻ വെച്ച് തുടങ്ങിയത്. ഇവളാണ് കടുപ്പ കൂട്ടിയിട്ട് ഒരു ലോഡ് കടുപ്പായി. നല്ല കടുപ്പുള്ള കട്ടനായിരുന്നു, പക്ഷെ അത് രണ്ടവർക്ക് കുടിച്ചിട്ടുള്ളൂ. പിന്നെ ചായ പോയി, എവിടെയാന്ന് പോലും കണ്ടിട്ടില്ല. പാവങ്ങൾ എന്തൊക്കെയാ ഒരു ദിവസം. ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തല കിട്ടുന്നത് എന്താ കഴിക്കറിയാ, രാവിലെ വരെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ? കഴിക്കാൻ എന്തോ ഒരു പിടുത്തുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കൈ കൂടി അതിൽ ഇവിടെ ചോര ഇത് നല്ല രസമുണ്ട്. ഇവരിടയിൽ ഇരിക്കാൻ പറ്റില്ല. അയ്യോ, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ. രണ്ടാളും കൂടെ ഫോണിൽ കളിച്ചിരിക്കുകയാണ്. എന്റെ അടുത്തൊരു അടിപൊളി ഐഡിയ ഉണ്ട്. പണി കൊടുത്ത് പറഞ്ഞു. ശ്രീക്ക് നമ്മളെ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. ശ്രീക്ക് പണി കൊടുക്കണം. ഹലോ ഹലോ, എന്താ കൈ തട്ടി പോയതാ? കട്ട് ചെയ്യോ? ആ എന്താണ് പറഞ്ഞേ, അതുപോലെ അനുസരിക്കുന്നു. കൈ തട്ടി പോയതാ, ക്ഷമിക്ക്. ശരി, ഞാൻ വിളിക്കാം. ഞാൻ ഒന്ന് വിളിക്കൂല, ഞാൻ എടുക്കണ്ട കേട്ടോ. ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. എടുക്കണ്ട, കട്ടി. ഫോണൊക്കെ കയ്യിലെടുത്ത് വെക്കണ്ടേ? മെസ്സേജ് അയച്ച് പറയട്ടെ, ഇവിടെ ചാത്തിന്റെ പ്രശ്നമുള്ളത് എന്താണ്? ശ്രീ എന്താ ഫോണിൽ കാണുന്നത്? ഓ, കാര്യമായിട്ട് ന്യൂസ് നോക്കുന്നുണ്ട് ശ്രീ. ഇവിടെ ചാത്തന്റെ പ്രശ്നം ഉണ്ടോ? അതുകൊണ്ടാ ഞാനല്ല ചാത്തട്ട്. ശരി കേട്ടാ, നിന്റെ ഫോൺ ഇവിടെ എനിക്കറിയില്ല. ഇനി ഈ ഫോണ് 1 മിനിറ്റിലേക്ക് കിട്ടും. പൊടച്ചോലി ഫോണ് ലോക്കായി. ആരും എമർജൻസി ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇവിടെ എമർജൻസി ഉണ്ട് കേട്ടോ. ഞാനേ ആ ചൂരൽ പ്രയോഗത്തിന് മാവിന്റെ അത് നല്ലതാണ്. കുറെ നേരം ഈ മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നത്. ചൂരൽ പ്രയോഗം നടത്തിയാല് പ്രേതബാധയൊക്കെ ഒഴിയുന്നുണ്ട്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം എന്റെ ഫോൺ തുറന്നു കിട്ടി. ഏതായാലും ഫോൺ തുറന്നായി. ഇനി കുറച്ച് DJ ലൈറ്റ് ആയി വരും. അമ്മേനോട് പറയണോ ഇത് മാറ്റാൻ? ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ടോ? സ്വിച്ച് താഴെയാവുന്നുണ്ട്. ഐസുകാരൻ ചെവിയിലോട്ട്
ഓമം വേണം കേട്ടോ ഇവിടെ. കുറെ പേര് ചിരിച്ചിരിക്കുന്നു. ഇതുവരെ പണികളൊന്നും വരെ കിട്ടിയില്ലല്ലേ. ഇതിൽ നിന്ന് തോറ്റു പിന്മാറിയിരിക്കുന്നത് നേരായാലോ കിട്ടി. ഫോണിൽ നോക്കിക്കോളൂ, വേണ്ടത്ര വെച്ച് എത്രാന്ന് വെച്ചാ നോക്കിക്കോ, കുഴപ്പമില്ല. ഇത് എന്തെന്റെ മുടി അഞ്ച് ശ്രീ എന്തൊക്കെയോ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മുടി കിടക്കുന്നത് ഞാൻ ഇങ്ങനെ കറപറാന്ന് പറഞ്ഞിട്ടാ കിടക്കുന്നത്. നേരത്തെ എന്റെ മുടിക്ക് ഇതേപോലത്തെ ഒരു പ്രശ്നം ചെയ്യണോ? കുറച്ച് കഴിഞ്ഞപ്പോ ശരിയായില്ലേ? അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവുമായിരിക്കും. കിട്ടിയാ തോന്നില്ല, വെറുപ്പിക്കലുണ്ട്. എന്റെ ബണ്ണ് ഉണ്ടായിരുന്നോ? ബണ്ണ് എന്താ ഞാൻ അറിഞ്ഞില്ല, ഞാൻ വെള്ളത്തിന് ക്ലാസ് ഉണ്ടാക്കാൻ പോയതാ. എന്തൊക്കെയോ മേല് വന്ന് വീഴുന്നുണ്ട് ഗൈസ്. എന്താ ഇപ്പൊ ചെയ്യുക? അത് നല്ലൊരു ഐഡിയ. ഇവിടേക്ക് എന്തൊക്കെ ഉണ്ടോ നിൽക്കുന്നു കണ്ടോ? അതൊരു താനെയാണ്. ഇനി തുറക്കുന്നില്ല. കണ്ടോ ഞാൻ ഓടിയപ്പോ കൈ ഒരഞ്ഞു വീടിന്റെ പാവനെ. ടൈഗർ പാമ്പൊക്കെ എടുത്തില്ല എങ്ങോട്ടാ? രാവിലെ കുളിച്ചിനോ? ഇടി തലയിൽ കൂടെ വെള്ളം പോകുന്നു. മുടി മൊത്തം നന്ദി. അയ്യോ, വീട് ലീക്ക് ആവുന്നുണ്ട് ഗൈസ്. വീടേ അല്ല കുഴപ്പം. എന്താന്നറിയില്ല. ടൈഗർ പാമ്പിട്ട കൈ കണ്ടു കുത്തി കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. തല ഇനി തോർത്തണം. ഒരു തോർത്തെടുത്തിരും. കുറെ നേരമല്ലോ ഉണങ്ങി ഇവിടെ ഇട്ടിരിക്കുന്നത്. സ്ഥലമൊക്കെ വെറുതെ നനയുന്നുണ്ട്. മഴയില്ല, മുകളിലെന്തോ ലീക്ക് ഉണ്ട് തോന്നുന്നു. എനിക്ക് ഓടാലോ. ഇവരെന്നെ കാണുന്നില്ല. ട്യൂബും പ്രശ്നമായിട്ടോ. നിർന്തലല്ല വെള്ളം വീണ തോർത്തില്ല. പനി പിടിക്കും. വീണതല്ല, ഞാൻ ഒഴിച്ചതാ. നിർന്നാലല്ല, ഞാൻ ഒഴിച്ചല്ലോ. ഇനിയിപ്പോ എന്താ? തോർത്ത താഴെ തോർത്തുന്നു. അയ്യോ അഞ്ചി കൈസ് അമ്മക്കില്ലേ? ശ്യാം എന്തായാലും ഇവിടെ ഇല്ല. കൊടുത്ത് കൊറേ ചോക്ലേറ്റ് ചോക്ലേറ്റ് വേറെ ഒരു ഇതുണ്ടടി. അത് ഇവിടെ എവിടെയെങ്കിലും എന്തൊക്കെയോ. അയ്യോ ബബ്ലി പോയി. ബബ്ലി പോയോ? ഇത് ജോലി കൊടുത്താ ലൈസൊക്കെ. നല്ലൊരു ഐഡിയ. ഗൈസ്, ഇത് ഞാൻ പകരം വിട്ടു. എന്റെ ഫേവറേറ്റ് ലാമ്പാണ് ഉള്ള എടുത്തെറിഞ്ഞത്. ശരിയാക്കി തരാം. അഞ്ചിന്റെ ബാഗ് കിട്ടി. ശ്രീന്റെ ബാഗാണല്ലോ. ശ്രീന്റെ ബാഗ് ഇവിടെ ഉള്ളു. അഞ്ചിന് തൽക്കാലത്തിന് അഞ്ചിയാണല്ലോ ലാമ്പ് എറിഞ്ഞത്. ഇവിടെ ഇരുന്ന് ഇതിന്റെ ബബിളി വന്നോണ്ട് അഞ്ചിന്റെ മേക്കപ്പ് ബാഗാണ്. അയ്യോ, നല്ല ബാഗല്ലേ അത്. എന്താ നോക്കാൻ? എന്റെ ബാഗ് ഇവിടെ വന്ന്
ചേർന്നിരിക്കണ്ടോ? സത്യം പറയട്ടെ, ഇതിൽ ഇത്രയൊന്നുമില്ല. അത് പിന്നെയും പിന്നെയും വരുന്ന നല്ല ഹരുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് നമുക്ക് തിന്നാം. ഒരെടുത്ത് ഒരു പണി എടുക്കട്ടെ. ട്രെയിനിന്റെ ബാഗ് കൂടെ തപ്പിട്ട് വരെ. ഗൈസ്, ഞാൻ ക്ഷീണിച്ച്. ഒരു യുദ്ധമാണ് ഗൈസ് ഇപ്പൊ കഴിഞ്ഞത്. ഫോണുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഓരെങ്ങോട്ടോ പോയി. അയ്യോ, ഞാൻ ഇതായാലും വെച്ചതല്ലേ, കുറച്ച് തപ്പി പിടിക്കട്ടെ. പക്ഷെ ആ തിരികെ അഞ്ചി അഞ്ചി ഇവിടുന്ന് എണീറ്റ് പോ, എനിക്ക് കാല് വേദന ആവട്ടെ. എനിക്ക് മുടി ഒന്നുകൂടി കേട്ടോ. അഞ്ചി, ഓ ഈ മുടി. അഞ്ചി നോക്കട്ടെ, ഈ കുഷി ശ്രീ ഇവിടെ ഭയങ്കര കുഷിയിലായി. ഇവിടുത്തെ എണീക്കാൻ പറ്റും. അത് രണ്ട് അട്ടി വെച്ചെടുത്ത് നിന്ന് പതപ്പിച്ച് അവിടെ ഇങ്ങനെയാണല്ലോ സോഫറ വന്നിരിക്കല്. അയ്യോ അയ്യോ, അല്ലെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. അതെനിക്ക് പോ. അയ്യോ ചെവിക്കുന്ന ഒരു വേദന. ഞാൻ അലമാരന്റെ ചെറുപ്പത്തിൽ അലമാരയിലെ അടിയിൽ പെട്ടില്ലായിരുന്നു, അതുപോലെ ഇതുവരെ എന്തോ ഒരു ചെറിയ എന്തോ ഒരു പിടുത്തക്കുള്ള പോലെ ഇപ്പൊ റെഡി ആയി കേസാണ്. പിടുത്തുണ്ടല്ലേ. എനിക്ക് ബോറടിച്ചു കേസ്. ആരെടുത്ത് മിണ്ടാന്ന് പറയാതെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയായിട്ട് വർത്താനം പറയും. നിന്നെ കൂട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഉച്ചക്ക് ചോറിനുള്ള പപ്പടം പൊരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് കട്ടൻ ചായ വേണം. ഇന്നലെ നമുക്ക് കട്ടൻ ചായ വെച്ചു. നല്ല അടിപൊളി ചിക്കൻ കറി ഗൈസ്. ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചോറ് ഇതില് ചോറുണ്ട്, ഇതില് മറ്റേ കോഴിമുട്ട ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് ചിക്കൂലേ, അതാണ് കേട്ടോ ഉള്ളത്. ഇത് നല്ല ടേസ്റ്റ് ആയി സിമ്മ ഉണ്ടാക്കിയത്. അഞ്ചി ഒന്ന് സംസാരിക്കാൻ അഞ്ചി. ക്വിറ്റ് ഞാൻ പണിഷ്മെന്റ് ഒന്നും തരൂല. ക്വിറ്റിട്ട് ഇത്തിരി കൂടെ എണ്ണ ചൂടാവണ്ട. അതല്ല ഞാനും പറഞ്ഞത്. ശ്രീ 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 നല്ല തെറ്റായിരുന്നുണ്ട്. എന്ത് ഇപ്പൊ പപ്പടം സെറ്റ് ആയത് ഇപ്പൊ എത്ര എക്സൈറ്റ്മെന്റ് ആണ്. എന്താ ഉള്ളത്? പപ്പടം രണ്ടെണ്ണുണ്ട്. എത്ര എണ്ണം വേണം? 4-5 പോയി. ഞാൻ വെക്കില്ല. ഞാൻ 3 ഉണ്ടാക്കിയതാ. എണ്ണയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ എന്തേ പ്രശ്നമാവോ സലു? മേലായ പ്രശ്നം അല്ലേ? ഞാനിത് പപ്പടം ഉണ്ടായിരുന്നു. എവിടെ ഞാൻ കഴിക്കുന്നില്ലെന്ന്. നിങ്ങൾ മിണ്ടിയില്ലേ എല്ലാ പപ്പടം ഞാൻ പൊടിച്ചിടും. മഴ ഇപ്പൊ പെയ്യും കാര്യം എന്നാണ് തോന്നുന്നത്. മഴക്കാറുണ്ട്. മഴ പെയ്താൽ നമുക്ക് ഇവരെ മഴത്തുന്തിടാം. മതി കഴിച്ച്. ഇനി പപ്പടം ഇല്ലാതെ ചോറുണ്ടാവും. 4 പപ്പടം മതി. എനിക്ക് മടുത്ത് കഴിച്ച്. എനിക്ക് അച്ചിവിളി ഉണ്ടാക്കാൻ നിക്കാൻ പറ്റുന്നില്ല. അവരെന്നോട് മിണ്ടണില്ല. എനിക്കിത് ക്വിറ്റ് ചെയ്യണോ? എനിക്കിത് ഒറ്റയ്ക്ക് ഇങ്ങനെ പറപ്പിക്കുന്ന രസമല്ല. രാവിലെ ഒക്കെ നല്ല നേരണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബോറടിച്ച് തുടങ്ങി ഗൈസ്. ഇപ്പൊ വൈകുന്നേരമായി. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഇവരെന്നോട് മിണ്ടാതെ ഞാനൊരു പച്ച വെള്ളമോടെ ഞാൻ കുടിക്കില്ല. എന്റെ ഫോണെടുത്ത് കളിക്കുന്നു. എന്റെ ഫോണെടുത്ത് കളിക്കുന്നു. എന്നോട് മിണ്ടില്ലെങ്കിൽ ഞാൻ ഇവരെ രണ്ടാളും മുടി പറിച്ചു വലിക്കുന്നു. എനിക്ക് ക്വിറ്റ് ചെയ്യണം. എനിക്ക് ക്വിറ്റ് ചെയ്യണം. എനിക്ക് ക്വിറ്റ് ചെയ്യണം. അയ്യോ ഗൈസ്, ഇവരെന്നോട് എത്ര ശ്രമിച്ചിട്ടും മിണ്ടുന്നില്ല ഗൈസ്. അമലേട്ടനെ ഞാൻ വിളിക്കും വീണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. കിട്ടിയാന്ന് ഉറപ്പാണോ? ആ ഉറപ്പാ.
പിന്നെ ഇനി അവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് തോറ്റൊന്നും പറയരുത്. ഇല്ല, ഞാനാ തോറ്റത്. എനിക്കിത് ശരിയാവുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇവരെ വെറുപ്പിക്കാനൊക്കെ, നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ വൈകുന്നേരം രാത്രി ആവരെ എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. എനിക്ക് വർത്താനം പറയാതിരിക്കാൻ കഴിയില്ല ഒറ്റക്ക്. ഇവരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നോട് മിണ്ടില്ല. രണ്ടും മൈൻഡ് ചെയ്തിരിക്കും നോക്ക്. ശരിക്കും ഞാൻ ഇൻവിസിബിൾ ആയ പോലൊക്കെ തോന്നുന്നു. ശരിക്കും ഇൻവിസിബിൾ ആയ ഒരാളെ വിഷമാണ്. നമുക്കറിയാം ഇപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഫൈനൽ അല്ലേ? ആ, എന്നാ ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞോ. ക്വിറ്റ് ചെയ്ത് 3 വട്ടം. മൈൻഡ് ഒക്കെ ഞാൻ ക്വിറ്റ് ചെയ്ത് ശരിക്കും പറയാണ്. മിണ്ട് ശ്രീ മിണ്ട്. അയ്യേ, അങ്ങനെ അവസാനം ഞങ്ങളെ കൊണ്ട് ഒരു വാക്ക് പോലും മിണ്ടിപ്പിക്കാൻ പറ്റാതെ ഓള് ക്വിറ്റ് ചെയ്ത്. പക്ഷെ നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു. ഞാൻ നല്ല വെറുപ്പിച്ചോ? എന്താണ് തലയിൽ വെള്ളം ഒഴിക്കുക, മുടി പിടിച്ചൊക്കെ എന്ത് വലിയ അത് കിട്ടിയ ഞാൻ മാക്സിമം കയ്യഴുകി മനുവിന്റെ ജീവിതത്തിൽ ഇത്രയും കാലത്ത് എനിക്ക് എത്ര പ്രാവശ്യം കയ്യഴുകിണ്ടാവില്ല. കൈയിങ്ങനെ കഴുകുന്ന സോപ്പ് വരുന്നത് തന്നെ എനിക്ക് ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണാക്കി മുറിച്ചത് ഒരൊറ്റ പീസാണ് എനിക്കൊന്നും പോലും കിട്ടിയില്ല. അതേ പറ, അപ്പോഴൊക്കെ നല്ല ഹരിനു. ചോറിനൊരു ഇൻവിസിബിൾ അല്ലേ ഇവിടെ പപ്പടമൊക്കെ എടുക്കണം വിചാരിച്ചിട്ടാണ് പപ്പടം കാച്ചിക്കൊണ്ടിരുന്നത്. പപ്പടം കാച്ചുന്ന പാത്രത്തെ കാണുന്നില്ല. ആ പപ്പഴൊക്കെ എനിക്ക് നല്ല രസമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടമായില്ല. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കല്ല. അല്ല, അതിനിടയിൽ അമ്മനെ വിളിച്ചിട്ട് അമ്മ വിളിച്ചെനിക്ക് മാറ്റി പറയണം. ഞാൻ ചാത്തനാന്ന് പറഞ്ഞപ്പോ ഞാനാ ചാത്തൻ. അങ്ങനെ ഈ ചാലഞ്ചിൽ ഞാൻ നല്ല രീതിയിൽ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഇൻവിസിബിൾ ഇൻവിസിബിൾ ആയാലറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അത് ഞാൻ നോക്കിക്കോളൂ. ഞാൻ മാക്സിമം വെറുപ്പ്. എന്റെ കയ്യിൽ നല്ല വെറൈറ്റി ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ ചിലപ്പോൾ ഇവള് ചെയ്യുന്നുള്ളൂ, ഞാൻ മിണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ മാമാരത്തിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. വേണ്ടവർക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, This is Shavya. signing off.